പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ്, നെല്ലുവായി. ഫോൺ 8589393335. ഓണം അടുത്തതോടെ പഴയന്നൂർ വെന്നൂർ നീലിപ്പാടത്ത് വർണ്ണമനോഹരമായ കാഴ്ചയൊരുക്കി ചെണ്ടുമല്ലിപ്പൂക്കൾ. പഴയന്നൂർ പാറപ്പാറ വീട്ടിൽ ഷംസുദ്ദീനും ഭാര്യ ഷീബയും ചേർന്നാണ് 2.5 ഏക്കർ പാടത്ത് പൂക്കൃഷി നടത്തിയിരിക്കുന്നത്. മണി ചെറുതുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പഴയന്നൂർ പാറപ്പാറ വീട്ടിൽ ഷംസുദ്ദീന്റെയും ഭാര്യ ഷബീനയുടെയും മലർവാടി പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. അവരുടെ സ്വപ്നങ്ങളും അതോടൊപ്പം പൂവിട്ടിരിക്കുന്നു. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമെന്നോണം മഞ്ഞയും ചുവപ്പും കലർന്ന പൂക്കൾ നിറഞ്ഞ കൃഷിയിടം നാട്ടുകാർക്കും കൗതുക കാഴ്ചയാകുകയാണ്. കുമ്പളക്കോട് ഭജനമഠത്തിന് സമീപം പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കൂവ കൃഷിക്കൊപ്പം 1400 ചെണ്ടുമല്ലി തൈകളാണ് ഇവർ നട്ടത്. കർഷകനായ ഷംസുദ്ദീൻ ആദ്യമായാണ് ചെണ്ടുമല്ലി കൃഷി പരീക്ഷിക്കുന്നത്. തൃത്താലയിലെ കുടുംബശ്രീ സംരംഭകരിൽ നിന്നാണ് തൈകൾ വാങ്ങിയത്. കാട്ടുപന്നിയുടെ ശല്യം ഒഴിവാക്കാൻ സൗരവേലി കെട്ടിയും കൃഷിയിടത്തോട് ചേർന്നുള്ള ഷെഡിൽ താമസിച്ചുമാണ് ഇവർ വിളകൾ പരിപാലിക്കുന്നത്. നിലവിൽ 1 കിലോ പൂവിന് 170-180 രൂപ വിലയുണ്ടെങ്കിലും ഇടനിലക്കാർ കുറഞ്ഞ വിലയാണ് പറയുന്നത്. അതിനാൽ അവരെ ഒഴിവാക്കി നേരിട്ട് വിപണി കണ്ടെത്താനാണ് ഷംസുദ്ദീന്റെ തീരുമാനം. പഴയന്നൂരിലെ കുടുംബശ്രീ യൂണിറ്റുകൾ വിപണി വിലയ്ക്ക് പൂക്കൾ എടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കിലോയ്ക്ക് 300 രൂപ വരെ വില ഉയരാൻ സാധ്യതയുണ്ടെന്നും ഇവർ പ്രതീക്ഷിക്കും. അടുത്തതായി സമീപത്തെ 2.5 ഏക്കർ കൃഷിയിടം കൂടി പാട്ടത്തിനെടുത്ത് നെൽകൃഷി ആരംഭിക്കാൻ ഒരുങ്ങുകയാണെന്നും ഇതിനായി അമൃത കുടുംബശ്രീയും JLG അനുഗ്രഹ ഗ്രൂപ്പും സഹകരിക്കുന്നുണ്ടെന്നും ഷബീന പറഞ്ഞു. ഞങ്ങളെ കുടുംബശ്രീ വകയാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ പഴയന്നൂർ പഞ്ചായത്തിലാണ്. പഴയന്നൂർ പഞ്ചായത്തിൽ 17-ാം വാർഡിലാണ്. ഞങ്ങൾ കുമ്പളക്കോട് പറഞ്ഞ സ്ഥലത്താണ് പൂക്കൃഷി ചെയ്യുന്നത്. ഞങ്ങൾ കുടുംബശ്രീക്കാർ 4-5 പേര് കൂടി ചേർന്നിട്ട് ചെയ്യുന്നതാണ്. ഒരു JLG ഗ്രൂപ്പാക്കിയിട്ട് അവർ ചേർന്ന് ചെയ്യുന്ന കൃഷിയാണിത്. അതിന് ഞങ്ങൾക്ക് നല്ലോണം സപ്പോർട്ടായിട്ട് പഞ്ചായത്തുകാർ ഞങ്ങൾക്ക് ഇത് കൃഷി ഇറക്കാനും ഇതിനൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്. ഞങ്ങളിത് പാട്ടത്തിനെടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഏകദേശം 1500ഓളം തൈകൾ കൊടുന്ന് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മളത് ഒരുപാട് ലോണുകളും ഇതും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വെച്ചത്. ഈ ഓണ സമയമാകുമ്പോൾ നമുക്കിതൊരു നല്ലൊരു കച്ചവടമാകുമെന്ന് വിചാരിച്ചു. പക്ഷേ പൂക്കൾ വാങ്ങാൻ വരുന്നവർ ഞങ്ങളുടെ നിന്ന് വില 40 രൂപ 50 രൂപ റേറ്റിലാണ് ഞങ്ങൾക്ക് 1 കിലോ ചോദിക്കുന്നത്. ഇതൊരു കിലോ ആവണമെങ്കിൽ നല്ല പൂ വേണം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഞങ്ങൾ തന്നെ കടങ്ങളും ഇതൊക്കെ ആയിട്ടാണ് JLGയിൽ ഞങ്ങൾ 3 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ കൃഷി നടത്തുന്നത് തന്നെ. അപ്പോൾ ഇത് നമുക്കൊരു വരുമാനം എന്തെങ്കിലും ആവേണ്ടത് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ കൊണ്ട് നടന്ന് ഞങ്ങൾ 2 പേരും കൂടി കൊണ്ട് നടന്ന് വെക്കുകയാണ്. You are watching VCV News.